അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അടുത്തായിട്ട് പോകുന്നത് അക്വേറിയത്തിലേക്കാണ്. ഇവിടെ പെർ ഹെഡ് $60 റേറ്റ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. And then this is your ticket. So 4 adult tickets for today's day. Okay? And 2 baby also there. So no need to show, right? No need. Thank you. ആസ് യൂഷ്വൽ നമുക്ക് ഇവിടും ഇൻഫൻറ്റിന് ഫ്രീ ആണ്. അപ്പം 2 ബേബീസിനും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു ടിക്കറ്റ്. Thank you. കൊച്ചുപെണ്ണ് ഭയങ്കര ഓട്ടമായിരുന്നു. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് വിടും. കുറേ പാട് കിട്ടുന്നു അകത്തോട്ട് പോയിട്ട്. അപ്പം മൊത്തത്തിൽ നമ്മളിവിടെ കാണുന്ന എനിക്കൊന്ന് ഫസ്റ്റ് സെക്ഷൻ മൊത്തം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജെല്ലി ഫിഷാണ്. ഇതെല്ലാം വെറൈറ്റീസ്. ഇതൊന്നും ഞങ്ങൾ ദുബായിലൊന്നും കണ്ടിട്ടില്ല. ഓരോരോ ഗ്ലാസ്സിലും കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജെല്ലി ഫിഷസ് എല്ലാം നമുക്കൊന്ന് വെറൈറ്റീസാണ്. എല്ലാം കാണാൻ നല്ല രസം. എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് സ്പീഷീസാണ് ഇവരിവിടെ സ്വീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് സഫാരി പോയപ്പോഴും അതുപോലെ ഇവരും അതുപോലെ നാട്ടിലും എല്ലാം നല്ല വെറൈറ്റി അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ എന്താ ഇത്? ഫിഷ് എന്താ? നെക്സ്റ്റ് ഫിഷ്. കൊച്ചി ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി അങ്ങനെ രസമില്ല. വാവ്, അടിപൊളി. എത്രണ്ണമായി കിടക്കുന്നുണ്ട്. ഫിഷ് 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 കൊച്ചുണ്ട്, ഭാര്യയില്ല. ഭാര്യ തോടക്കുന്നു മോളിച്ച് കറക്റ്റ് വിരളിയാണ്. यहीं पे लाइट है. കുഞ്ഞിനെന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു. അവൾ കിടന്ന ഓട്ടമാണ്. അതിൻ്റെ പുറകെ കിടന്നു. അവൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ വിശ്വസിക്കൊണ്ടിരുന്നു. ഒന്നിക്കൊന്ന് എല്ലാ മീനുകളും വെറൈറ്റീസ്. ഒന്നിനെ നമ്മൾ ഇതിൻ്റെ എല്ലാം അടിപൊളി.
എന്തുവാടാ സുഖം ഇത്? ഫിഷാണോ? കാശാണോ? ഫിഷൊക്കെ വേണം. നീ എന്തും പറയുന്നത്? ഫിഷല്ലേ? ഫിഷല്ലേ? അമ്മ മുഴക്കാളി കൊച്ച മുഴക്കാളി മുഴക്കാളി അല്ല അവിടെ ഉണ്ടോ ഇവിടെ നല്ല വെറൈറ്റി കുഞ്ഞു മീനുകൾ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ ഒത്തിരി സെക്ഷനായിട്ടായില്ല കേട്ടോ. നല്ല രസമുണ്ട്. കെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ട്. ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്തിട്ട് കൈ ഇട്ട് കഴിഞ്ഞാൽ ഷുമ്പ് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് കടിക്കുന്ന പോലെ ചെയ്യും. അപ്പം ആൾക്കാരെല്ലാം നമ്മളൊന്നും ട്രൈ ചെയ്തില്ല. എല്ലാവർക്കും ജലദോഷവും തന്നെ പെട്ടെന്ന് എല്ലാം കഴിഞ്ഞിട്ട് പോകാം. സ്റ്റാഫ് ഉണ്ടോ ലൈവായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോ? അവർക്ക് ആയിട്ട് പോയി ലിഫ്റ്റിൽ പോവുക ആയിട്ട് ഷാർക്കിൻ്റെ ഒരു കൂമ്പാരം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇഷ്ടംപോലെ ഷാർക്കുണ്ട്. രക്ഷയില്ല. ബുദ്ധി കൊണ്ട് നോക്കി ഒരുത്തുന്നുണ്ട് തളർന്ന് ക്ഷീണിക്കുകയാണ്. എനിക്ക് മൊത്തത്തിൽ കാണുമ്പം ഇവിടുത്തെ ഒരു മീനാണ് ദുബായ് അക്വേറിയം. സെയിം ഇവിടുത്തെ ഒരു മീൻ ദുബായ് അക്വേറിയം. അതേ സെയിം കൺസെപ്റ്റിലാണ് അവർ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടാലും തീരത്തില്ലെന്ന് തോന്നുന്നു. ബോധം ഇനിയുണ്ടെന്ന് सगळे जिवंत असतात ते कोरल तिथं हलायला बघ ते हलायला बघ असं मशरूम सारखं आहे बघ. हां हां बाहेर खेळायला आले बघ त्याचं तेव्हा हल्लं बघ. എല്ലാവരും ഓൾറെഡി ഒന്ന് തളർന്നു. ഉച്ചയായി പെട്ടെന്ന് എല്ലാവരും ആ രീതിയിൽ ഇവിടെ ചെയ്യാൻ എനിക്ക് ഒരു
പണിയുടെ ഒരു ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് കുറേ ഇടത്ത് കയറാനുണ്ട്. And there's only one. നമ്മളീ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലാബാണ്. ഇവിടെയാണ് അവർ ഓരോരോ മീനിൻ്റെയും കെയറിങ് ഓരോന്നൊക്കെ ചെയ്യുന്നത്. കുറച്ച് നമ്മൾ pH, വാട്ടറിൻ്റെ pH, അതിൻ്റെ ജെൻഡർ നോക്കുന്നതും എല്ലാത്തിൻ്റെയും ഓരോന്ന് ഇവിടുന്ന് സാമ്പിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ മെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഏറ്റവും ജയൻറ്റ് വലിയ അക്വേറിയം. ഇവിടുത്തെ നമുക്ക് കാണാമല്ലോ, നമ്മൾ 3-4 പേര് ഒളിച്ച് താഴെ ഇറങ്ങിയിട്ടുണ്ട്. അത് അഡീഷണൽ കോസ്റ്റാണ്. സെയിം നമുക്ക് ദുബായ് അക്വേറിയത്തിലും ഉണ്ടല്ലോ ഇതൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഇനി ഓൾറെഡി എല്ലാവരും തളർന്ന് പരുവായി. അപ്പോൾ ഇവിടെയും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. കാരണം പനിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ നടക്കാൻ വയ്യ. What will this go to? അടുത്തത് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് അക്വേറിയമാണ്. ഇത് നമ്മൾ മുകളിലത്തെ വ്യൂ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് കാണുന്നത്. നല്ല അടിയിലായിട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. കൊച്ചാണീൻ്റെ സൈസും നോക്കി നോക്കി അടിപൊളി. ഒരു 1.5 സൈസ് ക്രാബുകളാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഫോസിൽസാണ്. പല പല സീ ക്രിയേച്ചേഴ്സിൻ്റെ ഫോസിൽസുകളാണ് ഇഷ്ടംപോലെ ഉണ്ട്. ഇരുട്ടായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ക്ലിയർ ആവും. ഫോസില്
സൈസ് ഉണ്ട്, ഒരു രക്ഷയില്ല. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ലൊരിതായിരുന്നു. കാരണം കുറേ ഉണ്ടായിരുന്നു കാണാൻ, കുറേ സമയത്ത്. അപ്പം ഇവിടെ കുറേ സോനീസും കുറേ ഐറ്റംസും ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാം നല്ല കോസ്റ്റ്ലിയാണ്. നമുക്ക് സോനിയറൊക്കെ വെളിയിൽ നിന്നെല്ലാം മേടിക്കാൻ പറ്റും. എന്താ വെച്ചു എത്ര ചോദിച്ചില്ല. അങ്ങനെ നമ്മൾ എക്സിറ്റ് ആയി. എന്തായാലും $60 വെർത്തുണ്ട് കാണാൻ. കുറേ നേരം ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ നേരം ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇത് നമ്മളൊരു ബോട്ടിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ എക്സിറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മിനി ഷട്ടിൽ ബസ് ഉണ്ട്. നമുക്ക് വൺ ബീച്ച് ടു അനദർ ബീച്ചിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ജസ്റ്റ് ഇതിലോട്ടൊന്ന് കയറിയിട്ട് ഓവറോൾ ഏരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇതും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ ഐലൻഡിലോട്ട് നമ്മൾ വരുന്നവർക്ക് എല്ലാവർക്കും ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് ഓരോരോ സ്റ്റോപ്സുകളുണ്ട്. ഇതെല്ലാം കാണാനുള്ള ഏരിയാസാണ്, പക്ഷേ നമ്മളിതൊന്നും കവർ ചെയ്യുന്നില്ല. കാരണം പറഞ്ഞ പോലെ വയ്യാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓവറോൾ അറൗണ്ട് ഏരിയ കറങ്ങിയിട്ട് നമുക്ക് അടുത്തൊരു പ്രോഗ്രാം ഉണ്ട്, അതോടെ കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടി. ഇപ്പോൾ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 4 മണി ആയതേ ഉള്ളൂ. നമുക്ക് 7:30 അടുത്തൊരു ബീച്ചിലൊരു ഷോ ഉള്ളത്, വിങ്സ് ഓഫ് ടൈംസ്. നമ്മളതിന് ടിക്കറ്റ് എടുത്തു. അത് നല്ലൊരു ഷോയാണ് കാണാനുള്ളത്. Palawan Kid City. A light here for Palawan Green. Palawan Kid City, Eaton House Preschool by the Beach, KZA Singapore, and the Palawan at Sentosa. Have a wonderful visit. ഇപ്പോൾ ബീച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് കളിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്, എല്ലാം കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊക്കെ നല്ല വൃത്തിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബഗ്ഗിയുടെ പരിപാടി കഴിഞ്ഞ് ഞങ്ങളപ്പോൾ ഇപ്പോൾ തിരിച്ച് സെയിം നമ്മൾ ഐലൻഡിലോട്ട് വന്നു. നമ്മുടെ അടുത്ത ഷോ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ വേറെ കുറച്ച് പരിപാടീസ് ഇവിടെ നടക്കുന്നു. കുറേ ബാൻഡ് ആൾക്കാരും അടുത്തത് ടിക്കറ്റ് ഫോർ ഗുഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ്. കുഞ്ഞ് ഭയങ്കര കുസൃതിയായിരുന്നു. അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യൂസ് ഓഫ് ടൈംസ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ഷോ ഉണ്ട്. അതും